പ്രഭാസിൻ്റെ കൽക്കി മലയാളികളുടെയും കൽക്കിയായി തീരുകയാണല്ലോ. ചിത്രത്തിന് എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് കണ്ട പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫ് ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ള അഭിപ്രായമാണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ നല്ല അഭിപ്രായമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചിത്രത്തിന് ഹെവി ബുക്കിംഗ് ആണ് ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണിക്കൂറിൽ 60,000 അടുത്ത് ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രഭാസിൻ്റെ കൽക്കി ഹിറ്റായ സ്ഥിതിക്ക് അത് നമ്മുടെ മലയാളികൾക്കും ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ശോഭനയും അന്നാബനൊക്കെ ഈ ഒരു ചിത്രത്തിൽ നല്ല റോൾ കാഴ്ചവെച്ചു. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാനാണ് ചിത്രത്തിൻ്റെ കേരള വിതരണ അവകാശം ഏറ്റെടുത്തിരിക്കുന്നത്. താരം ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിലും എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും DQവിനും ഗോൾ അടിച്ചിരിക്കുകയാണ്. ചിത്രം നല്ല രീതിയിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം കളക്ഷൻ നേടുമെന്നുള്ളതും ഏകദേശം ഉറപ്പാക്കിയിട്ടുണ്ട്. DQവിൻ്റെ ഭാഗത്ത് വലിയ മാസോ കാര്യങ്ങളൊന്നും താരത്തിന് കാണിക്കാനില്ലായിരുന്നെങ്കിലും മോശമാക്കാത്ത രീതിയിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെയാണ് DQവിനെ ചിത്രത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ വേൾഡ് വൈഡ് നിന്ന് കൽക്കി തൂക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കൽക്കിയിലെ മലയാള സാന്നിധ്യം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കൽക്കിയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തും? ജസ്റ്റ് കമൻറ്റ്. ഓക്കെ, ബൈ.